കുറേ പേര് റിക്വസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു എങ്ങനെയാണ് സിമ്പിളായിട്ടൊരു ആക്രിലിക് പെയിൻറ്റിങ് ചെയ്യുക, അല്ലെങ്കിൽ ഒന്ന് ചെയ്ത് തരുമോ എന്ന് വെച്ചിട്ട്. ഒരു ചെറിയ ബ്ലോസംസിൻ്റെ വീഡിയോ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ റിക്വസ്റ്റുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ട് നമുക്ക് എളുപ്പത്തിൽ എങ്ങനെ ഒരു പെയിൻറ്റിങ് ചെയ്യാം, ആക്രിലിക് പെയിൻറ്റിങ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. പറ്റിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം നമുക്ക് എങ്ങനെ പ്രാക്ടിക്കലി ഇംപ്ലിമെൻറ്റ് ചെയ്യാമെന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ സിമ്പിളായിട്ടൊരു പെയിൻറ്റിങ് നമുക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ഇവിടെ ഞാൻ പെയിൻറ്റ് വൈറ്റും കുറച്ച് അൾട്രാമറൈൻ ബ്ലൂവും മിക്സ് ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞു ബേസ് കോഡ് അടിക്കാൻ കറക്റ്റ് ഫില്ലായിട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ എന്താണ് തിക്ക് പേസ്റ്റ് ഫോമിൽ യൂസ് ചെയ്യുക, അധികം വെള്ളം മിക്സ് ചെയ്യാതിരിക്കുക. അപ്പം നൈസ് ഫില്ല് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ എന്ന്. ഇപ്പം ഞാനിവിടെ 1/2 സൈസ് ആംഗിൾ ബ്രഷ് യൂസ് ചെയ്തിട്ടാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഇതുകൊണ്ട് കുറച്ച് സ്ട്രോക്സ് വീണ പോലെ ഉണ്ടാവും. അപ്പോൾ ഇത് ജസ്റ്റ് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്, മറ്റേ നമ്മൾ ഡയറക്റ്റ് ആദ്യം വലിയ ബ്രഷ് എടുത്ത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് പെയിൻറ്റ് നമ്മൾ മിക്സ് ചെയ്യേണ്ടി വരും. അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെറിയ ബ്രഷ് യൂസ് ചെയ്തിട്ട് ജസ്റ്റ് പേപ്പറിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് വലിയ ബ്രഷ് യൂസ് ചെയ്തിട്ട് യൂണിഫോം ആക്കിയിട്ട് വാഷ് അടിക്കുന്ന പോലെ കംപ്ലീറ്റ് യൂണിഫോം ആക്കിയിട്ട് അടിച്ചെടുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വേസ്റ്റ് കോട്ട് ഏറ്റവും ബാക്കിലുള്ള ഒരു ഏരിയ ഫില്ല് ചെയ്തു. ഇനി അതിൻ്റെ അടുത്ത ഒരു ലെയർ ഞാൻ എപ്പോഴും നിങ്ങളോട് ആക്രിലിക് പെയിൻറ്റിങ് ചെയ്യുമ്പോൾ പറയാറുണ്ട്, നിങ്ങൾ ഏറ്റവും ബാക്കിൽ എന്താണ് കാണുന്നതെന്ന് ഇമാജിൻ ചെയ്യുക, എന്നിട്ട് മുന്നോട്ട് വരച്ചിടുക. അപ്പോൾ ഞാൻ ഏറ്റവും ബാക്കിൽ നമ്മളൊരു ലാൻഡ്സ്കേപ്പ് ചെയ്യുമ്പോൾ എന്താണ് സ്കൈ ആയിരിക്കും ഉള്ളത്. അപ്പോൾ സ്കൈക്ക് ഞാനൊരു ബ്ലൂ കളർ കൊടുത്തു. ചിലപ്പോൾ നമ്മൾ അവസാനം പെയിൻറ്റിങ് ചെയ്ത് വരുമ്പോൾ ഈ ബ്ലൂവിൻ്റെ ആവശ്യമേ ഉണ്ടാവില്ല. പക്ഷെ എന്നാലും ജസ്റ്റ് ഏറ്റവും ബാക്കിലുള്ളത് ഞാൻ അടിച്ചു എന്നേ ഉള്ളൂ എൻ്റെ ഒരു ഇമാജിനേഷനിൽ. അത് കഴിഞ്ഞ് അതിൻ്റെ തൊട്ട മുന്നിൽ കുറച്ചൊരു മരങ്ങളുള്ള പോലെ, അതിൻ്റെ ഒരു ചെറുതായിട്ടൊരു പുക പിടിച്ച പോലെ അതിൻ്റെ ഒരു മരങ്ങളുണ്ട്. അതിന് ഞാൻ ജസ്റ്റ് ആ ഒരു കളർ കൊടുക്കാൻ വേണ്ടി ഇത്തിരി നേരത്തെ ഉണ്ടാക്കിയ കളറിൻ്റെ കൂടെ ബ്ലാക്ക് മിക്സ് ചെയ്തിട്ട് വെർട്ടിക്കലി കുറച്ച് സ്ട്രോക്സ് കൊടുത്തു. പിന്നെ ആ ലാൻഡ് ഞാൻ ജസ്റ്റ് ഇത് ട്രാക്ക് ചെയ്തതാണ്, ലൈക്ക് എങ്ങനെയാണ് നോട്ട് ഡൗൺ എങ്ങനെയാണ് എനിക്ക് വേണ്ടത് എന്നൊരു ഇമാജിനേഷനിൽ ഇതിൽ ജസ്റ്റ് അതേ കളർ കൊണ്ട് വരച്ചെടുത്തു എന്നേ ഉള്ളൂ. ഇനി മുന്നിൽ ഇതേ ഇതിന് തന്നെ കുറച്ചും കൂടി മുന്നോട്ടായിട്ട് വലിയൊരു മരം ഉണ്ട്. ആ മരം വരയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ ബേൺഡ് അമ്പറാണ് എടുത്തിരിക്കുന്നത്. ഇത് റോ അമ്പറാണ്, അതിൻ്റെ കൂടെ വേറെ കളറൊന്നും മിക്സ് ചെയ്തിട്ടില്ല. റോ പെയിൻറ്റ് എടുത്തിട്ട് അപ്ലൈ ചെയ്യണം. അപ്പോൾ ഈ റോ പെയിൻറ്റ് എടുത്ത് നമ്മൾ അപ്ലൈ ചെയ്യുമ്പം കുറച്ച് ഫില്ലാവാൻ ബുദ്ധിമുട്ടുണ്ടാവും. ഇങ്ങനെ കംപ്ലീറ്റ് ഫില്ലാവാതെ സ്ട്രോക്സ് ഒക്കെ വന്ന പോലെ തോന്നും. അപ്പോൾ ഇനീഷ്യലി ഫസ്റ്റ് കോട്ട് നിങ്ങൾക്ക് റോ പെയിൻറ്റ് യൂസ് ചെയ്യാൻ, റോ പെയിൻറ്റിൻ്റെ കൂടെ കുറച്ച് വൈറ്റ് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി ഒപ്പേക്ക് ആയിട്ടുള്ള റിസൾട്ടാണ് നമുക്ക് കിട്ടുക. ഇത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഓൾറെഡി ഓരോ സാമ്പിളായി ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ട് ഓരോ സാമ്പിൾസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പ്രാക്ടിക്കൽ എങ്ങനെയാണ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതെന്നാണ് ഞാൻ നിങ്ങൾക്കിപ്പം പറഞ്ഞു തന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ബാക്ക്ഗ്രൗണ്ട് ചെയ്തു. ഇനി മരം വരയ്ക്കും. മരം വരയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ റൗണ്ട് ബ്രഷ് യൂസ് ചെയ്തിട്ടാണ് വരച്ചത്. നേരത്തെ ഫ്ലാറ്റ് ബ്രഷ് ആംഗിൾ ബ്രഷ് ആയിരുന്നു യൂസ് ചെയ്തത്. ഇപ്പം റൗണ്ട് ബ്രഷാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ റൗണ്ട് ബ്രഷ് സൈസ് 6 ആണ് യൂസ് ചെയ്യുന്നത്. ആംഗിൾ ബ്രഷ് ഇല്ലാത്തവർക്ക് ഫ്ലാറ്റ് ബ്രഷ് യൂസ് ചെയ്യട്ടോ, കുഴപ്പമൊന്നുമില്ല. ഏത് ബ്രഷ് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം ഫ്ലാറ്റ് ആയിട്ട്. ഞാൻ നിങ്ങൾക്ക് ഓൾറെഡി പറഞ്ഞു തന്നിട്ടുണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾക്ക് വേണ്ട ഏതൊക്കെ ബ്രഷസ് ആണെന്ന്. വീഡിയോസൊക്കെ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പം കഴിഞ്ഞ വീഡിയോയിൽ ഒരു ബ്രാഞ്ച് എങ്ങനെയാണ് നമ്മൾ തിന്നായിട്ട് വരയ്ക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ബ്രാഞ്ച് കണ്ടില്ലെങ്കിലും സീനില്ല, പക്ഷെ നിങ്ങൾക്ക് ജസ്റ്റ് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ ഇങ്ങനെ വരയ്ക്കാം, നിർബന്ധമില്ല. ഇനി ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ ലീഫ് അല്ലെങ്കിൽ ഒരു ചെറി ബ്ലോസം പോലെ ഒരു പിങ്ക് കളറിലുള്ള ഇത് ഫ്ലവേഴ്സ് ഫുൾ കവേർഡായി നിൽക്കുന്ന പോലെ വരയ്ക്കാൻ പോവാണ്. അപ്പോൾ ഫ്ലവേഴ്സ് ഇങ്ങനെ ജസ്റ്റ് ഡാബ് ചെയ്യുന്ന പോലെ, ഡാബ് ചെയ്യുമ്പോൾ കുറച്ച് ടെക്സ്റ്റേർഡ് ആയിട്ട് കുറച്ച് വൈറ്റ് സ്പേസ് ആയിട്ട് ഉള്ളിൽ കൂടെ കാണുന്ന രീതിക്ക് ഡാബ് ചെയ്യുക. കംപ്ലീറ്റ് ഫിൽഡ് ആയ പോലെ ഡാബ് ചെയ്യാതിരിക്കുക, അല്ലെങ്കിൽ നമ്മൾ ഡാബ് ചെയ്യുന്നതിന് പല വാല്യൂസ് ഉള്ള പോലെ തോന്നിക്കുന്ന രീതിയിൽ ഡാബ് ചെയ്യുക. ഇപ്പോൾ ഡാബ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത് മജന്ത എന്ന് പറയുന്ന കളറാണ്. അത് വെച്ചിട്ട് ജസ്റ്റ് ഇതേ ബ്രഷ് യൂസ് ചെയ്തിട്ട് കംപ്ലീറ്റ് ഡാബ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ എന്നോട് എങ്ങനെയാണ് മരം വരയ്ക്കുന്നതെന്നൊക്കെ ചോദിക്കുന്നത്, മരത്തിൻ്റെ ഇലകളൊക്കെ എങ്ങനെയാണ് വരയ്ക്കലെന്ന്. അപ്പോൾ ഇതുപോലെ ഡാബ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഓരോ കുറേ കുഞ്ഞു ഇലകൾ ഗ്രൂപ്പായി നിൽക്കുന്ന പോലെ ഒരു എഫക്റ്റാണ് അതിനകത്ത് കിട്ടുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് മരം വരയ്ക്കുന്നത്. ഇതൊരു എക്സാമ്പിൾ മാത്രമാണ് കേട്ടോ. ഇത് എളുപ്പമാണ്. ഞാൻ അധികം എല്ലാവരുടെ കയ്യിലും കോമൺ ആയിട്ടുള്ള ബ്രഷുകൾ മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. ഇപ്പോൾ ഫാൻ ബ്രഷൊക്കെ എടുത്തിട്ട് ഈ ഗ്രൗണ്ടിൻ്റെ ഏരിയ ഒക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ചിലർക്ക് അന്ന് ഞാൻ ചെയ്തപ്പോൾ കുറേ പേര് പറഞ്ഞു ഞങ്ങളിൽ ഇല്ലയെന്ന്. ഈ വീഡിയോ ബിഗിനേഴ്സിന് വേണ്ടി മാത്രം ചെയ്യുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് അവരുടെ എല്ലാ ബ്രഷും ഉണ്ടായിക്കൊള്ളുന്നില്ല. അപ്പോൾ അവരുടെ കയ്യിൽ ഉണ്ടാവാൻ ചാൻസസ് ഉള്ള ബ്രഷുകൾ മാത്രം ഉപയോഗിച്ചിട്ടാണ് ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്. ഞാൻ പറഞ്ഞു ആംഗിൾ ബ്രഷ് ഇല്ലാത്തവർ
വേണ്ടിയിട്ട് ജസ്റ്റ് ആ വാട്ടറിൻ്റെ ഏരിയയിൽ ഞാൻ ആ സൈഡിലുള്ള പിങ്ക് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തു ഇതേ ബ്രഷ് യൂസ് ചെയ്തിട്ട്. അതിൻ്റെ കൂടെ കുറച്ച് ആ സൈഡ് വരയ്ക്കാൻ വേണ്ടി കുറച്ച് അമ്പറാണ് യൂസ് ചെയ്തത്. ഈ ഡാർക്ക് ബ്രൗണിൽ നിൽക്കുന്ന എല്ലാ ഏരിയയും അമ്പർ കളറാട്ടോ. എന്നിട്ട് ജസ്റ്റ് കുറച്ചും കൂടി വൈറ്റ് ആഡ് ചെയ്ത് കൊടുത്തു. വെള്ളം ഭയങ്കര ബ്രൗൺ റെഡ് ആവതിലേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടി നല്ല വൈറ്റ് ആഡ് ചെയ്തിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുത്തു ഇതേ ബ്രഷ് കൊണ്ട് തന്നെ. നമ്മൾ ഒറ്റ സ്ട്രെച്ചിലാട്ടോ ചെയ്യുന്നത്, എവിടെയും ഡ്രൈ ചെയ്യാനൊന്നും ടൈം കൊടുത്തിട്ടില്ല. അങ്ങനെയല്ല, മരത്തിൻ്റെ മുകളിലൊന്നും നമ്മളിപ്പോൾ ഡീറ്റെയിൽ ചെയ്യുക, കാരണം വരച്ച് വെച്ചതിന് ഒരു ഡ്രൈയിങ് ടൈം കൊടുത്തിട്ട് അതിൻ്റെ അടുത്ത ലെയർ കൊടുക്കാൻ പറ്റുള്ളൂ. പക്ഷെ അതല്ലാണ്ട് നമ്മൾ ആദ്യം ഒരു ലെയർ ബേസ് അടിക്കുന്ന പോലെ എല്ലാ ഏരിയയും ഒരു ബേസ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇത്രയും നേരം റോ ആയിട്ടാണല്ലോ, അപ്പോൾ സൈഡിൽ രണ്ടും റോ ആയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് അവിടുന്ന് കളർ ഞാൻ എടുത്തിട്ട് നടുവിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ വെള്ളത്തിൻ്റെ മുകളിൽ കുറച്ചിങ്ങനെ ഈ ഫ്ലവേഴ്സ് വീണെടുക്കുന്ന പോലെ വരയ്ക്കാൻ വേണ്ടിയിട്ട് ഇതേ കളർ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഡാബ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതില്ലേ നമ്മൾ ഫ്ലാറ്റ് ബ്രഷിൻ്റെ ഒരു എൻഡ് യൂസ് ചെയ്തിട്ട് ചെയ്താൽ മതി കേട്ടോ. അങ്ങനെ ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മളൊരു ബ്രഷിനെ എങ്ങനെയാണ് അതിനെ എക്സ്ട്രീം യൂട്ടിലൈസ് ചെയ്യുക എന്നൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് അതൊന്ന് പോയി കണ്ടു നോക്കുക. ഇത് കഴിഞ്ഞിട്ട് ഇനി ഇതിനെ കുറച്ചും കൂടി ഒരു ടെക്സ്ചർ കൊടുക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ കളറില്ലാത്ത ഒറ്റ കളർ മാത്രം അല്ലാണ്ട് കുറച്ചും കൂടി ഒരു വൈറ്റ് ഒരു ഇത് തോന്നിക്കാൻ വേണ്ടി കുറച്ച് വൈറ്റ് യൂസ് ചെയ്തിട്ട് ഡാബ് ചെയ്ത് കൊടുക്കുക. അത് നിങ്ങൾക്ക് ഇന്നെങ്കിൽ ഇതുകൊണ്ട് തന്നെ ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ ഇത് റൗണ്ട് ബ്രഷ് യൂസ് ചെയ്തിട്ട് ചെയ്യാം. റൗണ്ട് ബ്രഷ് യൂസ് ചെയ്ത് ചെയ്യുമ്പോൾ കുറച്ചും കൂടി ടൈം എടുക്കും, ഫ്ലാറ്റ് ബ്രഷ് ആകുമ്പം കുറച്ച് വേഗത്തിൽ തീരും. ഇനി ഫാൻ ബ്രഷ് ഉള്ളവർക്ക് ഫാൻ ബ്രഷ് തന്നെ യൂസ് ചെയ്ത് ചെയ്യാം കേട്ടോ. ഗ്രൗണ്ടൊക്കെ ഇത് എല്ലാവരുടെയും ഇല്ലാത്തതിനെ കൊണ്ട് ഞാൻ എൻ്റെ എല്ലാവരുടെയും ഉണ്ടാവുന്ന ഒരു ബ്രഷ് യൂസ് ചെയ്തേ ഉള്ളൂ. ഫാൻ ബ്രഷ് യൂസ് ചെയ്തിട്ട് എങ്ങനെ ചെയ്യുക എന്നുള്ളതൊക്കെ ഓൾറെഡി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ഈ വീഡിയോ തന്നെ ഞാനിപ്പോൾ എത്ര പ്രാവശ്യം പറഞ്ഞു ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് എന്ന്. അപ്പോൾ കുറേ വീഡിയോസ് ആയിട്ടോ ഇപ്പോൾ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ ഡൗട്ട്സ് ഒക്കെ മാക്സിമം കൺസിഡർ ചെയ്ത് ഞാൻ വീഡിയോസ് ഉണ്ടാക്കി തരാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. എന്നാൽ ആവുന്ന പോലെ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും കേട്ടോ. നമ്മൾ മുകളിൽ മരത്തിൻ്റെ ഇതിന് വൈറ്റ് കൊടുത്തോടെ തന്നെ താഴെ ഗ്രൗണ്ടിനും കുറച്ച് വൈറ്റ് ഇത് കൊടുക്കുക. ഒരുപാട് അധികമായി പോകണ്ട, കുറച്ച് ആ ഒരു വേരിയേഷൻ നിന്നോട്ടെ. അധികം വൈറ്റ് ആയി പോകുന്നുണ്ടെങ്കിൽ ജസ്റ്റ് അവിടെ മജന്ത ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമ്മളിപ്പം മരം ചെയ്ത് വെച്ചിട്ട് കുറച്ച് നേരമായി. നമ്മൾ ലാൻഡ് ചെയ്തിട്ട് ഇപ്പം വീണ്ടും മരം ഡീറ്റെയിൽ ചെയ്യാൻ പോവാണ്. അപ്പം മരം ഡീറ്റെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് മരത്തിൻ്റെ ഒരു സൈഡ് ഭയങ്കര ഡാർക്കായിട്ടാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. ലൈറ്റ് റൈറ്റ് സൈഡിൽ നിന്നാണ് വരുന്നത് എന്നുള്ള രീതിക്ക്. അപ്പോൾ ഡാർക്ക് ഒരുപാട് എക്സ്ട്രീം എഡ്ജിൽ ഡാർക്ക് ആക്കാൻ വേണ്ടി ഞാൻ കുറച്ച് ബ്ലാക്ക് ആഡ് ചെയ്തിട്ടാണ് അതങ്ങനെ വരച്ചത്. പിന്നെ അറ്റത്തേക്ക് നോർമലി ഉള്ള കളറ്. പിന്നെ എന്നിട്ട് അതിൻ്റെ ഒരു സൈഡിൽ ലൈറ്റ് വീണ സൈഡിൽ ലൈറ്റിൻ്റെ ഇത് കാണിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വൈറ്റ് പാച്ചസ് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി അത് നിങ്ങൾക്ക് ഡീറ്റെയിൽ ബ്രഷ് യൂസ് ചെയ്ത് ഞാൻ കുറച്ചും കൂടി വൈറ്റിൻ്റെ ഇത് തോന്നിക്കാൻ വേണ്ടിയിട്ട് ഡീറ്റെയിൽ ബ്രഷ് യൂസ് ചെയ്തിട്ട് കുറച്ച് വൈറ്റ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. തിക്ക് പെയിൻ്റ് ആയിട്ടാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഡീറ്റെയിൽ ബ്രഷ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ എക്സ്പെഷ്യലി നമുക്ക് ഭയങ്കര ഒപ്പേക്ക് ആയിട്ടുള്ള റിസൾട്ട് കിട്ടാൻ വേണ്ടി ഞാൻ എന്താ പറഞ്ഞത്, നിങ്ങൾക്ക് അധികം വെള്ളം ആഡ് ചെയ്യാതിരിക്കുക. അതിൻ്റെ ഒരുപാട് വെള്ളം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര എന്താ പറയുക, ബ്രഷിൻ്റെ മുകളിൽ ഇങ്ങനെ വെള്ളം പോലെ ആയിപ്പോവും പെയിൻറ്റ് വരുന്നത്. നമുക്ക് വേണ്ട പൊസിഷനിലായിരിക്കില്ല അത് വരുന്നത്. അതിൻ്റെ ബാക്കിൽ അതേപോലെ ട്രീസില്ലേ, കുറച്ച് ഉള്ളിലോട്ട് ബാക്ക്വേർഡിലെ ട്രീസ് ഒന്നും കൂടി കാണുന്ന പോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ ആക്കാം. അപ്പം എന്താ പറയുക, കുറച്ചും കൂടി ഗ്രേ കളർ യൂസ് ചെയ്തിട്ട് കുറച്ച് ലീവ്സും അതിൻ്റെ ബാക്കിൽ ഏറ്റവും ബാക്കിലുള്ള ട്രീസിൽ നിന്ന് വരുന്ന ലീവ്സ് ആണെന്ന് തോന്നിക്കുന്ന പോലെ ആ ഒരു രീതിയിൽ കുറച്ച് കൊടുത്താൽ നന്നായിരിക്കും. ഇനി ഇത് ഞാൻ ഒരു സെഷൻ കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഇതിനകത്ത് എന്തോ ഒരു സംഭവം മിസ്സിങ് ഉണ്ട്. അപ്പോൾ ഒരു അഡീഷണൽ എന്തെങ്കിലും കൂടി ആഡ് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു ഡിയറിനെ ജസ്റ്റ് സ്കെച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. റാൻഡമായിട്ട് സ്കെച്ച് ചെയ്തതാണ്. അതിനെ നിങ്ങൾക്ക് എന്താ പറയുക, നമ്മൾ മരം ചെയ്ത പോലെ ഞാൻ റഫായിട്ട് സ്കെച്ച് ചെയ്തതാണ് കേട്ടോ. എന്താ കറക്റ്റ് ഡിയറിനെ നോക്കി ഡിയറിനെ പോലെ വരച്ചത്. നമുക്ക് ഒറ്റ നോട്ടത്തിൽ നോക്കുകയാണെങ്കിൽ ഡിയറാണോ ആ ഡിയറാണ് എന്നുള്ള രീതിക്ക് വരച്ചു എന്നേ ഉള്ളൂ. ഇനി അതിന് അമ്പർ യൂസ് ചെയ്തിട്ട് ജസ്റ്റ് ഫില്ല് ചെയ്താൽ മതി, വേറെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. അപ്പം അമ്പർ വെച്ച് ഫില്ല് ചെയ്യുമ്പോൾ
പറഞ്ഞു തന്നിട്ടുണ്ട്. അധികം കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഫീച്ചേഴ്സോ ഒന്നുമില്ല. മരത്തിനൊക്കെ ഏകദേശം ഒരു ഷേപ്പ് കിട്ടിയാൽ മതി, ഇന്ന ഷേപ്പ് തന്നെ വേണമെന്നൊന്നുമില്ല കേട്ടോ. അതേപോലെ നമുക്ക് അധികം ഡീറ്റെയിലും യൂസ് ചെയ്തിട്ടില്ല, ഒരുപാട് ടൈം എടുക്കില്ല. ഒരു 1/2 hour to 1 hour ആണ് മാക്സിമം ഇത് ചെയ്യാനെടുക്കുന്ന ടൈം കേട്ടോ. അപ്പം ഇത് നിങ്ങൾ ചെയ്തു നോക്കുക. ചെയ്തു നോക്കിയാൽ എനിക്ക് തീർച്ചയായും അയച്ചു തരിക, കാണാൻ ഞാൻ റെഡി ആയിരിക്കാം കേട്ടോ. അപ്പം വേറെ ഒന്നുമില്ല, ഇനി അടുത്ത വീഡിയോ കാണുമ്പോഴേക്കും ബൈ.